ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തുടങ്ങിയതാണ് ഒടുക്കത്തെ മഴ. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ നേരം വെളുത്തപ്പോൾ അതേ വീണ്ടും. അപ്പോൾ എന്തായാലും ഇപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ അടുക്കള കാര്യമാണ്. അതായത് തീ എരിക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ചീത്തയായിപ്പോയി. പുതിയ ഗ്യാസ് സ്റ്റൗ ഒക്കെ മേടിച്ചു. പക്ഷേ ആ ഒരു ഗ്യാസ് കുറ്റിയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, റെഗുലേറ്റർ പോലത്തെ, അതിൻ്റെ പേര് അങ്ങനെ തന്നെ തോന്നുന്നു. അപ്പോൾ ആ ഒരു സാധനം കംപ്ലൈൻ്റ് ആയി. അങ്ങനെ ഞങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ സ്റ്റോക്ക് തീർന്ന കാരണം ആ ഒരു സാധനം മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വിറകടുപ്പാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിറകൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മഴയൊക്കെ പെയ്ത് നനഞ്ഞു എന്ന് മാത്രമല്ല, വിറക് വാങ്ങിച്ചത് പച്ച വിറക്. അപ്പോൾ ഞങ്ങൾ നാടൻ രീതിയിൽ വിറകിനെ ഉണക്കി എടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ചെയ്തു വരുന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് അമ്മൂമ്മ പകർന്നു കൊടുത്ത സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാം. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ അതേ കണ്ടില്ലേ, മല പോലെ ഇറക്കിയിട്ടിരിക്കുന്നത് വിറക്. ഒരുപാട് വിറകുണ്ട്. ഇതിൽ പിന്നെ കുറച്ച് വിറകെന്ന് പറഞ്ഞാൽ അടുത്ത ക്ഷേത്രത്തിലേക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ ബാക്കി കിടക്കുന്നതാണ്. ഇത് നല്ല പച്ച വിറക് കേട്ടോ. അറുത്ത ഉടനെ എൻ്റെ സഹോദരൻ കൊണ്ടുവന്നിട്ട് തന്നതാണ്. അപ്പോൾ ഇത് ഉണക്ക വിറവല്ല, ഇത് വെറും പച്ചയാണ്. ഇതെന്ത് ചെയ്താലും ഇപ്പോൾ ഇന്നലത്തെ മഴയിൽ ഇത് നന്നായിട്ട് നനയുകയും കൂടി ചെയ്തു. നനഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ അറിയാം വെറും പച്ച വിറകാണ്. പിന്നീട് ദേ ചീനിക്കമ്പ് എന്നൊക്കെ പറയും, മരക്കമ്പ്, ചീനിക്കമ്പ് അങ്ങനെ പറയും. അതാണ് ഈ കിടക്കുന്നത്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ചീനിക്കമ്പ്, മരക്കമ്പ്, ഇത് ഇങ്ങനെ ചീകി വൃത്തിയാക്കി രാഗി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ തോലിയൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ നനഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പാചകം ചെയ്യണം എന്നുണ്ടെങ്കിൽ വിറവിൻ്റെ കാര്യത്തിൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഉണക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഏകദേശം കത്തും. ആ ഒരു രീതിയിൽ ഇതിനെ കൊണ്ടെത്തിക്കണം. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഈ ഏരിയയിലാണ് ഞാനിങ്ങനെ വിറക് അടുക്കി ഉണക്കി വെക്കാനായിട്ട് സ്ഥലമിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാം ഞാൻ അടുക്കി വെച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഞങ്ങൾ വിറക് മുഴുവനായിട്ടും ഇതിൻ്റെ മണ്ടയിലേക്ക് അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഉണക്കാനായിട്ട്. അടുപ്പിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിട്ട് വേണം വെക്കാനായിട്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ മഴ സമയത്ത് വിറക് അടുപ്പിൻ്റെ തിട്ടയിൽ വെച്ച് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ലെന്ത് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. താല്പര്യമുള്ളവരൊക്കെ കയറി കാണുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.